ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ശരിക്കും മാനവരാശിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? അത് കൂടുതൽ കൂടുതൽ രോഗാതുരമായിക്കൊണ്ടിരിക്കുന്നു എന്നല്ലാതെ മനുഷ്യർ തങ്ങളുടെ ഹീനതകളിലൂടെയാണ് അത് വെളിപ്പെടുത്തുന്നത് എന്നേയുള്ളൂ. അതുകൊണ്ട് തന്നെ മനുഷ്യനെ പരദീസയുടെ നന്മയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ചെയ്യേണ്ടത് അവനെ സുഖപ്പെടുത്തുന്ന കർമ്മങ്ങളിൽ ഏർപ്പെടുകയാണ്. മനുഷ്യൻ്റെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന ആ ദിവ്യമായ ഔഷധം കരുണയല്ലാതെ വേറൊന്നുമല്ല. വാസ്തവത്തിൽ കരുണ കൊണ്ട് വീണ്ടെടുക്കാവുന്ന നന്മകളെ മനുഷ്യൻ നിന്ന് നഷ്ടമായിട്ടുള്ളൂ. ബൈബിളിൽ സ്നേഹത്തിൻ്റെ മറുവാക്കാണ് കരുണ. സ്നേഹം 1000 അടയാളങ്ങൾ കൊണ്ട് ആഘോഷിക്കേണ്ട ഒന്നാണെങ്കിൽ അതിലേറ്റവും പൂർണ്ണമായ അടയാളമാണ് കരുണ. ദൈവം സമം സ്നേഹം എന്നതുപോലെ സ്നേഹം സമം കരുണ എന്നൊരു സമവാക്യം പോലും ബൈബിളിൽ നിന്ന് നമുക്ക് രൂപപ്പെടുത്താനാകും. ദൈവം തനിക്ക് തന്നെ നൽകുന്ന വിശേഷണം പോലും ഇങ്ങനെയാണ്: കാരുണ്യവാനും കൃപാനിധിയുമായ ദൈവം, കോപിക്കുന്നതിൽ വിമുഖൻ, സ്നേഹത്തിലും വിശ്വസ്തതയിലും അത്യുദാരൻ, തെറ്റുകളും കുറ്റങ്ങളും ക്ഷമിച്ചുകൊണ്ട് ആയിരങ്ങളോട് കരുണ കാണിക്കുന്നവൻ. പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം. പഴയ നിയമം മുഴുവനും പരിശോധിച്ചാൽ ശിക്ഷിക്കുന്ന ദൈവത്തെക്കാൾ മനുഷ്യനോട് അതിരറ്റ കരുണയുള്ള ദൈവത്തിൻ്റെ ചിത്രമാണ് നമുക്ക് ലഭിക്കുക. എന്നിട്ടും ക്രിസ്തുവിൻ്റെ കാലത്തിലെത്തുമ്പോഴേക്ക് കാർക്കശ്യമുള്ള ഒരു യജമാനൻ എന്ന ധാരണയാണ് ദൈവത്തെക്കുറിച്ച് മനുഷ്യർ രൂപപ്പെടുത്തിയത്. നല്ല അനുഭവങ്ങളെക്കാൾ മോശപ്പെട്ടവ ഓർത്തു വയ്ക്കുക എന്നത് എക്കാലത്തെയും മനുഷ്യൻ്റെ പ്രവണതയായിരിക്കുക. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരം പോലും ദൈവം എത്ര കരുണയുള്ളവനാണെന്ന് ഭൂമിയെ ഓർമ്മിപ്പിക്കാനായിരുന്നുവല്ലോ. ക്രിസ്തുവിനോളം കരുണയുള്ള ഒരാളും ഈ ഭൂമിക്ക് മീതെ നടന്നുപോയിട്ടില്ല. മനുഷ്യൻ്റെ സങ്കടങ്ങൾക്ക് മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നിട്ടാണ് ക്രിസ്തു അത്ഭുതങ്ങൾ പോലും ചെയ്തത്. അല്ലാതെ തൻ്റെ ദൈവത്വം തെളിയിക്കാനായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓരോ അത്ഭുതത്തിന് ശേഷം എന്തോ അപരാധം ചെയ്ത മട്ടിൽ ഇതാരോടും പറയരുതെന്ന് വിലക്കുകയും പെട്ടെന്ന് അവിടെ നിന്ന് പിൻവാങ്ങുകയും ചെയ്തു. അർഹിക്കുന്നതിൽ കൂടുതൽ നൽകുന്നതാണ് കരുണ. ക്രിസ്തുവിനോളം ഒരാൾ ഉയർത്തുന്ന സുഹൃതമാണത്. വിശക്കുന്നവരെ ഊട്ടുകയും നഗ്നരെ ഉടുപ്പിക്കുകയും ചെയ്യുന്നത് പോലുള്ള കർമ്മങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല കരുണ. അതിലും എത്രയോ ആഴമുള്ള കാര്യങ്ങളാണ് ക്രിസ്തു അർത്ഥമാക്കുന്നത്. കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക താരതമ്യേന എളുപ്പമുള്ള കാര്യമാണ്. ഉള്ളിലെ ഹീനതകൾ മറച്ചു പിടിച്ചുകൊണ്ട് ഒരാൾക്ക് വേണമെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഏർപ്പെടാം. അനീതിയായി നേടിയ ധനം കൊണ്ട് പാവപ്പെട്ടവരെ സഹായിക്കുന്നത് പോലെ മറ്റുള്ളവരുടെ സമീപനങ്ങളിൽ പുലർത്തേണ്ട കരുണയിലാണ് അതിലും പ്രധാനം. അതിനെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്ന സാമാന്യ നീതിയുള്ളവരായിരുന്നാൽ പോരാ, ദൈവത്തിൻ്റെ നീതിയോളം വളരണം. ആ നീതിയാണ് കരുണ. ആമേൻ.